ഈ ടെറേറിയത്തിനുള്ളിൽ പ്ലാന്റ്സ് മാത്രമല്ല, മറ്റൊരു ചെറിയൊരു സൂക്ഷ്മജീവിയും കൂടെ നമ്മളിടും. സ്പ്രിംഗ്റ്റേഴ്സ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഇവര് തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ തന്നെ ഈ ടെറേറിയം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് അടച്ചിടുമ്പോൾ ഈ ടെറേറിയത്തിനുള്ളിൽ ഫംഗസും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഫംഗസിനെ ഈ സ്പ്രിംഗ്റ്റേഴ്സ് കഴിക്കുകയും അങ്ങനെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി മുന്നോട്ട് പോകുന്നത്. ടെറേറിയത്തിനുള്ളിൽ എല്ലാവിധ പ്ലാന്റുകളും ഇരിക്കും എന്ന് കരുതരുത്. കാരണം ഇതിനുള്ളിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അതുപോലെ നനവ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരം മോയ്സ്ചർ ലവിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് കൂടുതൽ ഇതിനുള്ളിൽ സർവൈവ് ചെയ്യുക. അപ്പോൾ ഫേൺസ്, പിന്നെ പായൽ, അതുപോലെ തന്നെ പിറ്റോണിയ, മരാന്ത, അങ്ങനെയുള്ള ചെടികളൊക്കെ ആയിരിക്കും കൂടുതൽ ഇതിലിരിക്കുക. കാക്ടസ് പോലെയുള്ള ചെടികൾ ഒരിക്കലും ടെററിയത്തിനുള്ളിൽ സർവൈവ് ചെയ്യില്ല. പക്ഷെ ഞാൻ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് കൊണ്ടുപോയി 1 മാസത്തിനുള്ളിൽ തന്നെ അത് നശിച്ചു പോകും. കാരണം അതിന് ഹ്യൂമിഡിറ്റി അതൊന്നും താങ്ങാൻ കഴിയും.